ചന്ദ്രയാൻ 3 ഹാക്ക് ചെയ്യാൻ പറ്റും. ലിഫ്റ്റ് ഓഫ് നോർമൽ P1 ട്രാക്കിംഗ് റോക്കറ്റിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അല്ല ഇത് ഇപ്പൊ പറ്റൂന്ന് പറഞ്ഞിട്ട് നാളെ ഹാക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ തലക്ക് വരും. നാസ വരെ ഹാക്ക് ചെയ്ത വ്യക്തികളുണ്ട്. ആ അപ്പം ഇറ്റ് മീൻസ് നെറ്റ്വർക്കിൽ ഇന്റർനെറ്റിലൊന്നും 100% സേഫ് അല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾക്ക് ഒരു പ്രശ്നം കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിന് പോയി പറഞ്ഞു കൊടുക്കുക, ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഹാക്ക് ചെയ്യാനൊരു ട്രിക്ക് അറിയാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റിവാർഡ് തരും ഇൻ ലാക്സ്. ഒരുപാട് നമ്മൾ ന്യൂസ് കാണാറുണ്ട്, മൈക്രോസോഫ്റ്റിലെ വൾനറബിലിറ്റി കണ്ടെത്തിയതിന് റിവാർഡ് കിട്ടി. ഇങ്ങനെ ഏതെല്ലോ കമ്പനീൻ്റെ വൾനറബിലിറ്റി കണ്ടെത്തിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബഗ് ബൗണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നോളജ് ഉള്ള ഒരാൾ നാസ ഹാക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഹാക്ക് ചെയ്യുന്ന മെത്തേഡ് ഗവൺമെൻറ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ബഗ് ബൗണ്ടിനുള്ള ഫിഗർ അവന് കിട്ടും, ബൗണ്ടി കിട്ടും. പക്ഷെ ചാടി മറ്റേ ഇതൊക്കെ വരും കേട്ടോ, പോലീസൊക്കെ ചവിട്ടി പൊളിക്ക് വരും. ഇത് എല്ലാം വിത്ത് പെർമിഷനാണ് ചെയ്യുന്നത്.